ഒരാൾ വളരെ വേഗത്തിൽ എവിടേക്കോ യാത്ര ചെയ്യുകയാണ്. സമയം വളരെ കുറവാണ്. അവന് വേണ്ടപ്പെട്ട ഏതോ വ്യക്തിയെ കാണാനുള്ള യാത്രയിലാണ്. ധൃതി പിടിച്ചവൻ പോകുന്നതിനിടയിൽ എന്തോ മാലിന്യത്തിൽ അവൻ ചവിട്ടി. വളരെ അസ്വസ്ഥനായ ആ മനുഷ്യൻ തൊട്ടടുത്തു കണ്ട ആ ജലാശയത്തിലിറങ്ങി അതിനെ ശുദ്ധിയാക്കി പിന്നീട് അവന്റെ യാത്ര തുടരുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയാണ് അവന്റെ ജീവിതം. ആ ജീവിതത്തിൽ അവന്റെ ആത്മാവിന് ഭവിക്കുന്ന അഴുക്കുകളാണ് അവൻ ചെയ്യുന്ന തെറ്റുകൾ. അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതുമെല്ലാം ആ ഗണത്തിൽ തന്നെ പെടുന്നവകളാണ്. ആ തെറ്റുകളാകുന്ന അഴുക്കുകളെ ശുദ്ധീകരിക്കാനായി അവനെ പടച്ച തമ്പുരാൻ അവന് നൽകിയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അവൻ്റെ പശ്ചാത്താപം അഥവാ തൗബ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിന് ഭവിച്ചിട്ടുള്ള, ആത്മാവിന് വന്നു ചേർന്നിട്ടുള്ള അഴുക്കുകളാകുന്ന തെറ്റുകളിൽ നിന്നും അവൻ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അവൻ്റെ ആത്മാവ് ഒന്നുകൂടി നന്നാവുകയാണ്. അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തി അവൻ ആരെയാണോ കാണേണ്ടത് ആ കാണേണ്ട മനുഷ്യനെ വളരെ സംശുദ്ധനായ രീതിയിൽ, വളരെ വൃത്തിയുള്ള രീതിയിൽ അവന് കാണാൻ സാധിക്കുന്നു. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രക്ഷിതാവിനെ അവൻ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും ശുദ്ധിയായ രീതിയിൽ, വൃത്തിയായ രീതിയിൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അടിമയുടെ മര്യാദ. ആ മര്യാദയെ പാലിക്കാൻ, അവൻ്റെ തെറ്റുകളിൽ നിന്നും അവന് പിന്മാറാൻ അവൻ്റെ രക്ഷിതാവ് അവന് നൽകിയിട്ടുള്ള അവസരങ്ങളാണ് തൗബയുടെ അവസരങ്ങൾ. വിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത കൂടി അതാണ്, പാപങ്ങളിൽ നിന്നും മോചിതനാവുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.